ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വളരെ അപ്പറ്റൈസിങ്ങും അതുപോലെ തന്നെ യമ്മി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പൊട്ടറ്റോ ചീസ് ബോൾസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന സ്നാക്ക്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പൊട്ടറ്റോ ചീസ് ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉടച്ചു കൊടുക്കാം. ഉടച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ചാട്ട് മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നീട് ബ്രെഡ് ക്രംസ് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, പിന്നീട് അവസാനമായിട്ട് നമ്മൾ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി സൈഡിലേക്ക് കുഴച്ചതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ചീസ് ബ്ലോക്കായിട്ടാണ് കിട്ടിയത്. അപ്പം ബ്ലോക്ക് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം കയ്യിൽ നന്നായിട്ട് എണ്ണ തടക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി കുഴച്ച് വെച്ചിരിക്കുന്നത്. കൈ വെള്ളയിൽ വെച്ച് നന്നായിട്ട് പരത്തി എടുക്കാവുന്നതാണ്. ഇതിന് നടുവിലായിട്ടാണ് നമ്മൾ ആ ചെറിയ ചീസ് പീസ് വെക്കാൻ പോകുന്നത്. ചീസ് വെച്ചതിന് ശേഷം ഇത് എല്ലാ സൈഡും നല്ലതുപോലെ സീൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ലതുപോലെ സീൽ ചെയ്തില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊരു ബോളുടെ ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം ആദ്യം തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്യാം. ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തതിന് ഒരു സ്ലൈറ്റായിട്ട് കോട്ടിങ് കൊടുക്കാറുണ്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ പാലിലാണ് ഒന്ന് ഡിപ്പ് ചെയ്യുന്നത്. കുറച്ച് പാല് മതി. പാല് ഡിപ്പ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ബോൾസും അങ്ങനെ ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ ഏകദേശം ഒരു 15 ബോൾസാണ് കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ച് ചീസ് പീസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് പാലിൽ അല്ലെങ്കിൽ നമുക്ക് ഈ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തണം ഡൈല്യൂട്ട് ചെയ്തിട്ട് കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പം എന്താ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായ പാനിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾസ് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചിടാവുന്നതാണ്. അധികം ടൈമൊന്നും എടുക്കത്തില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇത് കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ആ ചീസൊക്കെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണിത്. ഇതിനി കോരി മാറ്റാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. നമുക്ക് എടുക്കാം. അങ്ങനെ പൊട്ടറ്റോ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് ചില്ലി സോസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. നല്ലതുപോലെ എക്സ്റ്റൻഡ് ആയിട്ടുണ്ട്. ഇറ്റ്സ് ടു യം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.